ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജൽസ ക്രിയേഷൻ. അപ്പോൾ ഇതേ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് 2021 എൻ്റെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പോൾ നമ്മൾ കുക്കിംഗ് ഒന്നല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇന്ന് വീണ്ടും കുക്കിങ്ങിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് കാടമുട്ട വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ ചെയ്തെടുക്കുന്നത്. റെസിപ്പി ഒന്നല്ല, സിമ്പിളായിട്ടുള്ളൊരു അതാണ്. അപ്പോൾ അതേ അതിന് വേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള കാടമുട്ട എടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കാടമുട്ട കഴിക്കുന്നത് എന്തുകൊണ്ടും നമ്മൾ കോഴിമുട്ട കഴിക്കുന്നതിനേക്കും ഗുണമാണല്ലോ കാടമുട്ട കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ പുഴുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഏറ്റവും റിസ്ക് ആയിട്ടുള്ളൊരു പണി ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ ഇവിടെ ഒക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന ടൈമിൽ നമ്മളിതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, അതിന് എരിവിനനുസരിച്ച് കൂട്ടുകയൊക്കെ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇത്തിരി സോയാ സോസാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി സോയാ സോസ് ഇല്ല എങ്കിൽ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ സോയാ സോസിന് അത്യാവശ്യം ഉപ്പുള്ളത് കാരണം പിന്നെ വേറെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ കുറച്ച് വറ്റൽമുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കരിഞ്ഞു പോവാത്ത വിധം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ പുഴുങ്ങി വെച്ച കാടമുട്ട ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ കാടമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു സ്റ്റിക്കിലോട്ടൊന്ന് കുത്തി കൊടുക്കാം. ഇത് ഇങ്ങനെ ചെയ്യുന്ന ഒന്നുമില്ല, നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ ഇഷ്ടമായിക്കോട്ടെ വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതെവിടെയൊക്കെ നന്നായിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം സാധാരണ ഇപ്പോൾ കാടമുട്ട കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും അവർ കഴിക്കും. ഇങ്ങനെയൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ കുട്ടികൾക്ക് മാത്രമേ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയെന്ന് വെച്ചാൽ നമുക്കൊന്നും സ്നാക്സ് ആയിട്ട് കൊടുക്കാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുത്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവർക്കത് ഒരു വെറൈറ്റി അല്ലേ, എല്ലാവർക്കും കാണുമ്പോൾ ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.